നല്ല ഐശ്വര്യം. ഫ്ലൈറ്റ് ക്യാൻസലായി. 2 ആഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണേലും ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. സംഭവബഹുലമായ എൻ്റെ ജർമ്മൻ യാത്രയായിരുന്നു അന്ന് നടന്നത്. രാവിലെ തന്നെ ബുത്തീനയിലുള്ള ഒരു കിടിലൻ റെസ്റ്റോറൻറ്റിൽ കയറി പൊറോട്ട എപ്പോഴും പൊറോട്ടയുള്ള മനസ്സിൽ ഓംലെറ്റ് കഴിച്ചു. പിന്നെ ഗ്യാസ് കയറല്ലോ എന്ന് പേടിച്ചിട്ട് സാമ്പാറും ദോശയും ഇതൊന്നും കഴിച്ചില്ല, അതൊക്കെ വിട്ടു. അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഞാനും ആളും നല്ല ടെൻഷനിലും വിഷമത്തിൽ നിൽക്കുക. വെയിറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നം പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, പ്രശ്നമൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം ഖത്തറിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്ന് എൻ്റെ അടുത്ത് വേറെ ആരും ഇല്ലായിരുന്നു. അത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു സിംഹത്തിൻ്റെ പടം കണ്ടു. ഞാൻ ഓർക്കുന്നില്ല എന്തായിരുന്നെന്ന്. ഈ കളർ കണ്ടില്ലേ? ഞാൻ കരുതി ആ കണ്ണാടിയുടെ കളർ എങ്ങനെയാണെന്ന്. പക്ഷേ അത് മാറ്റായിരുന്നു. പിന്നെ ഫുഡ് കൊണ്ട് തന്നു. ഫുഡ് എന്താ, കുറച്ച് കേടും ഹമ്മൂസും ചെറിയൊരു കുബൂസും പിന്നെ ലെമൺ റൈസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നൊരു ജ്യൂസും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഖത്തറിലെത്തി. ഖത്തറും കിടിലൻ പ്ലേസാണ്. അവരുടെ എയർപോർട്ട് അടിപൊളി. ഒരു വട്ടമെങ്കിലും അവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തുമാത്രം ഗ്രീനറി അവിടെ. അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ യാത്രക്കാരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസിറ്റിലുള്ളവരാന്ന് തോന്നുന്നു. അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു എയർപോർട്ടുമാണ്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ ക്യൂവിൽ നിൽപ്പുണ്ട്. എല്ലാവരും ഉണ്ട്, കാട്ടിലുള്ള എല്ലാ ആൾക്കാരും. കുറേ നേരം ഫോണൊക്കെ ചാർജിനിട്ട ശേഷം കുറേ നേരം റീൽസൊക്കെ കണ്ട് അവിടെ കുത്തിയിരുന്നു. അപ്പോഴാണ് ഇവരുടെ സംസാരം ഞാൻ ശ്രദ്ധിച്ചത്. വിയറ്റ്നാമി ഭാഷയിൽ അവരെന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം കേട്ട് തല തുലുക്കി. പക്ഷെ അവരെന്നോടല്ല പറഞ്ഞേ. അങ്ങനെ ഫ്ലൈറ്റൊക്കെ വന്നു, എല്ലാം സെറ്റായി, വെള്ളവും കിട്ടി, വൈബ്സും കിട്ടി. ബാക്കി സിംഹത്തിൻ്റെ സിനിമയും കാണാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നല്ല ഐശ്വര്യം. ഫ്ലൈറ്റ് ക്യാൻസലായതുകൊണ്ട് ഫുഡ് കോർട്ടിൽ ഫ്രീ ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെ പണ്ടേ സപ്താഹത്തിനും നവാഹത്തിനും പോയി ഭയങ്കര പരിചയമുള്ള ഞാൻ ഫ്രീ ഫുഡ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ വിട്ടുകളയോ. അങ്ങനെ ഒരു 75 ഖത്തർ റിയാലിന് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അവസാനം ഞാൻ ഇതിലാണ് വന്ന് പെട്ടത്. ചിക്കൻ കൊള്ളായിരുന്നു, റൈസ് വധമായിരുന്നു. ക്യാൻസലായ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി നടക്കുന്നു, അക്കോമഡേഷന് വേണ്ടി ഓടുന്നു. അങ്ങനെ അക്കോമഡേഷനൊക്കെ ശരിയായി. അപ്പോൾ ബാക്കി കഥ അടുത്ത വീഡിയോ ആയി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.